UDF-നും 40.5% LDF-നും എന്നുള്ളതാണ്. അതായത് ഒരു റിയൽ ബാറ്റിൽ ഗ്രൗണ്ട് ഹൈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. ഇതാണ് എക്സിറ്റ് പോളിൽ വോട്ട് വൈബ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. റിയൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്നുള്ളത് യഥാർത്ഥ പോരാട്ടം നടക്കുന്ന ഒരു വേദിയായിട്ട് മധ്യകേരളം മാറുകയാണ്. അവിടെ 41.5% UDF-ന് 40.5% LDF-ന് എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ 39.8% UDF-നും 39.3% LDF-നും എന്നുള്ളതാണ്. അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ പോരാട്ടമായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ വടക്കൻ കേരളത്തിൽ കൃത്യമായിട്ട് UDF-ന് ഒരു മേധാവിത്വം കിട്ടുന്നു. അതുകൊണ്ടാണ് 75 സീറ്റുകൾ നേടാൻ UDF-ന് കഴിയുന്നത്. 63 സീറ്റ് എന്നുള്ളത് LDF-ന് മലപ്പുറം പോലെയുള്ള ജില്ലകൾ ആണ് വളരെ കൃത്യമായി തന്നെ UDF-നെ ഈ വിഷയത്തിൽ സഹായിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വടക്കൻ കേരളത്തിൽ 32 സീറ്റുകളിലേക്ക് എത്തുമ്പോൾ മലപ്പുറത്തെ 16 സീറ്റുകൾ നിർണായകമാണ്. ഒപ്പം പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂരിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിലൊക്കെ വലിയ അട്ടിമറി ജയം പോലും ഉണ്ടാകും തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതടക്കമുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ വടക്കൻ കേരളത്തിൽ ഒരു അപ്രമാദിത്വം നേടാൻ സാധിക്കുമെന്നും അതുവഴി കേരളത്തിൽ ഭരണം പിടിക്കെടുത്താൻ സാധിക്കും എന്നുള്ള സൂചനകളാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. ഞാനത് സൂചിപ്പിച്ചിരുന്നു. കന്നി വോട്ടർമാർ എങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്ന്. പുതിയ വോട്ടർമാരായിരിക്കും ആരെ ഭരണത്തിൽ എത്തിക്കുക എന്നുള്ള കാര്യം പ്രകടമായിരുന്നു. അത് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 18 മുതൽ 24 വയസ്സ് വരെയുള്ള വോട്ടർമാർ, അതാണല്ലോ ഏറ്റവും പ്രധാനം. 47% UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. വളരെ വലിയൊരു കണക്കാണത്. UDF-നെ യുവാക്കൾ, ചെറുപ്പക്കാർ 47% പേർ പിന്തുണയ്ക്കുന്നു. LDF-ന് 36.8%, NDA-ക്ക് 11.1%. അതായത് UDF-ന് കിട്ടുന്ന ആവറേജ് വോട്ട് ഷെയറിനേക്കാൾ ഒരു 5% കൂടുതലാണ് യുവാക്കളുടെ പിന്തുണ എന്നുള്ളതാണ്. പുതിയ കന്നി വോട്ടർമാർ UDF-നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായ സൂചന നൽകുന്നത്. 47% യുവ വോട്ടർമാരും UDF-ന് അനുകൂലമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. LDF-ന് ആ ഒരു എഡ്ജില്ല. കേവലം 36.8%ലേക്ക് ഈ യുവ വോട്ടർമാരുടെ വോട്ടിംഗ് രീതി LDF-ന് അനുകൂലമായി മാറി എന്ന് മാത്രമാണ്.